എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ നായകനെന്ന് പറയുന്നത് സന്ദീപായിരിക്കും. സന്ദീപിൻ്റെ എനിക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ നമുക്കൊരു നസ്ലിനെ പോലെയൊക്കെ ഒരു ഭാവിയിലൊരു നായകനായിട്ടൊക്കെ എടുക്കാം. പിന്നെ സുരാജ് കുറേ കാലത്തിന് ശേഷം സുരാജ് ഒരു തമാശ ശരിക്കും ഒരു കോമഡി റോളിലോട്ട് മടങ്ങി വന്നൊരു സിനിമ. ചിരിക്കാനുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ത്രില്ലടിക്കാനുള്ളതുണ്ട്. അതിൻ്റെ അടിപൊളി. കൊള്ളാം, കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, കോമഡീസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം, നല്ല പടം. സുരാജും ഷറഫുദ്ദീനും കൊള്ളാം, പിന്നെ ബാക്കി കുഴപ്പമില്ല, നല്ല രസമുണ്ട്, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല കോമഡിയാണ്, റിഫ്രഷ് സാധനം. കൊള്ളാം, നല്ല കോമഡി ഉണ്ട്, നല്ല പടം, അടിപൊളി, സൂപ്പർ. ചിരിക്കാനുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ത്രില്ലടിക്കാനുള്ളതുണ്ട്. അതിൻ്റെ അടിപൊളി. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. എന്താ പറയുന്നത്, ഒരു വെറൈറ്റി, ഒരു ഫാൻറ്റസി ഒരു ഇത് പിടിച്ചിട്ടുണ്ട് അവർ. കൊള്ളാം, ഷെറഫൊക്കെ ആണല്ലോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊള്ളാം, ഒരു 2K കിഡ്സ് മൂവി, അത്രേ ഉള്ളൂ. നല്ല ഫണ്ടിയായിട്ടുള്ള പടം, സൂപ്പർ പടം, അടിപൊളി, അടിപൊളിയായിരുന്നു, സൂപ്പർ പടം. നല്ലതായിട്ട് സെറ്റായിരുന്നു. ഷറഫ് നൈസായിട്ടുണ്ടായിരുന്നു. ഷറഫ് മാത്രമല്ല, മറ്റു സന്ദീപാണെങ്കിലും പെടയിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇൻ്റർവ്യൂവിന് ശേഷമുള്ള സംഭവങ്ങൾ നന്നായിട്ടുണ്ട്. ശരിക്കും അത് വളരെ നൈസ് മൂവി, കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. മനു സ്വരാജ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനയം സുരാജ്, എസ്പെഷ്യലി ആ പയ്യൻ, എനിക്ക് ആക്ടറുടെ പേരറിയില്ല, ജതിൻ ആയിട്ട് വന്ന പയ്യന് എക്സലൻ്റ് പെർഫോമൻസ് ആയിരുന്നു. ഈ സുരാജിനെ കാട്ടിയും ഷറഫിനെ കാട്ടിയും ബെറ്റർ പെർഫോമൻസ് ആ പയ്യൻ്റെ ആയിരുന്നു. വളരെ നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്തു പടം, നന്നായിരുന്നു. അടിപൊളി, രസമുണ്ട്, നല്ല അടിപൊളിയുണ്ട്, നല്ല ഫണ്ണാണ്. പഴയ സുരാജ് കുറേ കാലത്തിന് ശേഷം ഭയങ്കര കോമിക്കായിട്ടൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. രസമുണ്ട്, ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്ത് കണ്ടിട്ട് പോകാൻ പറ്റുന്നത്. 2 മണിക്കൂർ ചിരിക്കാനുള്ള സംഭവമല്ല. ഫസ്റ്റ് കുറച്ച് പതുക്കെ വന്നെങ്കിലും ഇൻ്റർവെല്ലൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ പടം ഒന്ന് നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഭയങ്കര ഒരു മൂവി അല്ലെങ്കിലും നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നാൽ ഫണ്ണായിട്ട് കണ്ട് പോകാൻ പറ്റുന്നത് സിനിമയായിരുന്നു, ബോത്തായിരുന്നു കാണാൻ, കൊള്ളായിരുന്നു. കോമഡി ആയിട്ടുള്ള നല്ല ഫാൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവി ആയിരുന്നു, ബോത്തായിരുന്നു കാണാൻ. നല്ല പടം, ചിരിക്കാൻ ഒത്തിരി. സ്കോർ ചെയ്തായിട്ട് തോന്നിയ സുരാജിനെ കൊണ്ട് നല്ല രസമുണ്ട്. വെറുതെ കണ്ടുകൊണ്ടിരിക്കാം, കുറച്ച് തമാശയൊക്കെ ഉണ്ട്. എന്ന് പറയുമ്പോൾ വെർബൽ കോമഡി എനിക്കങ്ങ് അത്രത്തോളം ജയിച്ചില്ല. ഒരുപക്ഷെ എൻ്റെ ഏജിൻ്റെ ഇതായിരിക്കാം, ഞാൻ മധ്യവയസ്കൻ ആയതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. പക്ഷേ എൻ്റെ അടുത്തിരുന്ന ഈ പറഞ്ഞ പോലെ ഈ കോളേജ് ക്യാമ്പസും അങ്ങനെയൊക്കെയുള്ള ഇതാണ്, അവരൊക്കെ ഒരുപാട് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ജനറേഷനിലുള്ളവർക്ക് ഇഷ്ടപ്പെടായിരിക്കാം. ചിലപ്പോൾ എൻ്റെ പ്രായത്തിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് സിറ്റുവേഷൻ കോമഡിയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കഥാപാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ സന്ദീപിൻ്റെ അങ്ങേരെ അഭയം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാലിമിയിലും നമ്മുടെ ജിംഖാനയിലൊക്കെ അഭിനയിച്ച പയ്യനെ. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ നായകനെന്ന് പറയുന്നത് സന്ദീപായിരിക്കും. സന്ദീപിൻ്റെ എനിക്ക് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ എനിക്ക് തോന്നുന്നു ഭാവിയിൽ നമുക്കൊരു നസ്ലിനെ പോലെയൊക്കെ ഒരു ഭാവിയിലൊരു നായകനായിട്ടൊക്കെ എടുക്കാം. അത്രയ്ക്ക് നല്ല ഒരു അഭിനയമാണ്. പിന്നെ സുരാജ് കുറേ കാലത്തിന് ശേഷം സുരാജ് ഒരു തമാശ ശരിക്കും ഒരു കോമഡി റോളിലോട്ട് മടങ്ങി വന്നൊരു സിനിമ. പിന്നെ ഷറഫുദ്ദീൻ ആ ഹലോ മമ്മിയിലൊക്കെ ചെയ്ത പോലുള്ള ആ ഒരു ഷറഫുദ്ദീൻ പിന്നെ നന്നായിട്ട് കോമഡി ചെയ്യുമല്ലോ. പിന്നെ നമുക്ക് കോമിക് എലമെൻറ്റ് എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പൊട്ടിച്ചിരിക്കുന്നതുണ്ട്. കുഴപ്പമില്ല. ഇപ്പം ഞാൻ കണ്ട ഷോയിൽ നിറയെ ഹൗസ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. ചിലപ്പം ഈ കുട്ടികളെ നിങ്ങളെ നവ ജനറേഷനിലുള്ള കുട്ടികളെ ചിലപ്പോൾ ഏറ്റെടുക്കുമായിരിക്കും.